ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നന്ദു തനിക്കെതിരെ പരാതി കൊടുത്തവരെയും സാക്ഷി പറഞ്ഞവരെയും എല്ലാം വിസ്തരിക്കുകയാണ്. ശരവണനും രേണുവും തമ്മിൽ യാതൊരു പരിചയമില്ലെന്നാണ് പറയുന്നത്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, താൻ ആ മസാജ് പാർലറിൽ മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വെച്ച് പോകാറുണ്ട്, അന്നേരമെല്ലാം താൻ ഈ പെണ്ണിനെ കണ്ടിട്ടില്ലേ? ആ സമയത്തൊക്കെ നിങ്ങൾ എന്നെ കണ്ണടച്ചുകൊണ്ടാണോ ആ പാർലറിൽ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ജഡ്ജിയോട് നന്ദു പറയുന്നുണ്ട്, സാർ, ഞാൻ SI ആകുന്നത് ഇഷ്ടപ്പെടാത്തതും പേടിയുള്ളതുമായ കുറച്ച് പേരുണ്ട്. അവരെന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണിത്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാരാർ സാറിനെ നോക്കുന്നുണ്ട്. മാരാർ സാർ ഉടനെ ഒരു പെൻഡ്രൈവ് കൊണ്ടുവന്ന് ജഡ്ജിയുടെ മേശയ്ക്കടിയിലേക്ക് കൊടുക്കും. എന്നിട്ട് സീറ്റിൽ വന്നിരിക്കുന്ന മാരാർ സാർ ഓർക്കുന്നുണ്ട്, ദേവയാനി ഈ പെൻഡ്രൈവ് കൊണ്ട് ഏൽപ്പിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ, നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ആഗ്രഹമായിരുന്നു ഒരു SI ആകണമെന്ന്. ആ ആഗ്രഹം നടക്കണം. നിയമത്തിന് എതിരായി ഒന്നും ചെയ്യലാത്തൊരു കുട്ടിയാണ് അവൾ. അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകളുടെ കൂടി ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ അവിടെയൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അവൾ വഴി ഞങ്ങൾ അവിടുത്തെ CCTV പ്രിൻ്റൊക്കെ എടുത്തിരുന്നു. അത് ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് മതി രക്ഷിക്കാനെന്ന് മാരാർ സാറും പറയും. എന്നാലും ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടി ഇന്ന് തന്നെ തിരിച്ചിറങ്ങി വരണമെന്നും പറയുന്നുണ്ട്. നന്ദു രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ദേവയാനി, നീ എന്താണ് ആരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാതെ പുറകിൽ നിന്ന് കളിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ പ്രത്യക്ഷപ്പെടാൻ സമയമായില്ല അങ്കിളെ, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നാ എൻ്റെ തീരുമാനമെന്നും പറയുന്നുണ്ട് ദേവയാനി. ആ പെൻഡ്രൈവ് ജഡ്ജി തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ലാപ്ടോപ്പിലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ജഡ്ജി അതിനകത്ത് കാണുന്നുണ്ട്. അന്നേരം ഇത് കാണുമ്പോഴത്തേന് തന്നെ രേണുവും ശരവണനും ഒക്കെ ശരിക്കും വിറച്ച് നിൽക്കുകയാണ്. വേണുവിനും ആകെ അങ്കലാപ്പാണ്. എല്ലാം പെട്ടല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത്. സാർ, അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്തതെന്നും ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊക്കെ. ഇവർ തമ്മിൽ നേരത്തെ കണക്ഷൻ ഉള്ളവരാണ്. മാസങ്ങളായിട്ട് ഇവർ ഒരേ പാർലറിൽ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. എന്നിട്ടാണ് ഇവർ ഒരു പരിചയമില്ലാത്ത പോലെ കിടന്ന് അഭിനയിച്ച് എന്നെ കുടുക്കിയത്. ഇതിന് തെളിവായിട്ടുള്ള ഇതെല്ലാം ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുന്നുണ്ട് നന്ദു. ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് ജഡ്ജി SIയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ തെളിവുണ്ടായിട്ട് പോലും താൻ ഇതുപോലുള്ള തെളിവുകളൊന്നും ശേഖരിക്കാനോ അന്വേഷിക്കാനോ ശ്രമിക്കാതെ ഈ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കാനാണല്ലോ നോക്കിയെന്ന് പറയും. അപ്പം മാരാർ വക്കീൽ പറയും, സാർ, ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് SI എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ടതെന്ന് പറയും. ജഡ്ജി തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഈ കേസിന് പ്രത്യേകിച്ച് ഇനി വിധിയൊന്നും പറയാനില്ല. നന്ദു എന്ന പെൺകുട്ടി നിരപരാധിയാണെന്ന് നിരുപാധികം തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് നന്ദുവിനെ ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ആയിരിക്കണം ഇനിയും മുന്നോട്ട് ജീവിക്കേണ്ട കേട്ടോ. SI ആയി കഴിഞ്ഞാലും എല്ലാവരെയും ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തോണം എന്നൊക്കെ ജഡ്ജി പറയുന്നുണ്ട്. താങ്ക് യു സാറെന്ന് നന്ദുവും പറയും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ SIയെ നോക്കി എന്നിട്ട് ജഡ്ജി പറയും, താൻ ഇനി എന്തായാലും ഈ കേസിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. ഒരു CIയുടെ മേൽനോട്ടത്തിൽ ഇനി ബാക്കി കേസ് അന്വേഷിക്കട്ടെ. ഇവരെന്തായാലും കള്ളക്കേസ് തന്നതാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നന്ദുവിനോട് നയന പറയുന്നുണ്ട്, എൻ്റെ മോളെ, ഞങ്ങൾ ശരിക്കും പേടിച്ചായിരുന്നിരുന്നേ. പിന്നെ മോളുടെ പ്രകടനം കണ്ടപ്പോഴാണ് ഒരു സന്തോഷമായത്. എന്തായാലും സമാധാനമായി, മോക്ക് ഒരാപത്തും കൂടാതെ ഇറങ്ങി വരാൻ പറ്റിയല്ലോ എന്നൊക്കെ. അപ്പം നന്ദു പറയും, എനിക്ക് മാരാർ വക്കീലാണ് എല്ലാം പറഞ്ഞു തന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പല പ്രാവശ്യം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സാക്ഷി പറയാനും കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കോടതി കയറിയിട്ടുണ്ടല്ലോ ചേച്ചി, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല എന്ന് പറയും. അപ്പോഴങ്ങോട്ട് വരുന്ന മാരാർ വക്കീൽ പറയുന്നുണ്ട്, നന്ദു ആളൊരു തീപ്പൊരിയാണെന്നുള്ള കാര്യം എനിക്ക് സ്റ്റേഷനിൽ ചെന്നപ്പം തന്നെ മനസ്സിലായായിരുന്നു. അതുകൊണ്ടാണ് അവൾ തന്നെ ഈ കേസ് വാദിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതെന്നും പറയും. എന്തായാലും സാറിൻ്റെ ഒരു ബലം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. സാറിൻ്റെ ഫീസ് എത്രയാണെന്ന് നയനയും നവിയൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കേസ് ഞാൻ ഫ്രീ ആയിട്ടാണ് വാദിച്ചെന്ന് പറയും. അതിന് സാറിന് ഞങ്ങളെ പരിചയമൊന്നും ഇല്ലല്ലോ എന്ന് നവിയ പറയുന്നുണ്ട്. ഞാൻ ചില കേസുകളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വാദിക്കാറുണ്ട്, അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അങ്ങ് പോകും. നയന ഉടനെ പറയും, എന്നാൽ നമുക്ക് പോയേക്കാം, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മളെ നോക്കിയിരിക്കുകയല്ലേ, അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണമെന്ന്. അങ്ങനെ അങ്ങ് പോയാലോ ചേച്ചി, നമുക്ക് ചിലരെയൊക്കെ കണ്ടേച്ച് വേണ്ടേ പോകാമെന്ന് നന്ദു പറയും. ആ സമയത്ത് വേണു അങ്ങോട്ട് വരുന്നുണ്ട്. വേണു ഉടനെ പറയും, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ഞാനത് കാണാനായിട്ട് വന്നതായിരുന്നു, സമാധാനമായി, എന്തായാലും നാണക്കേടൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് പറയും, തൻ്റെ സ്വഭാവമൊക്കെ
എനിക്ക് മനസ്സിലായി. താനാണ് ഇതിന് പിന്നിലെന്നും എനിക്കറിയാം. താനും തൻ്റെ മകളൂടെ കൂടി ഒപ്പിച്ച കെണിയാണിതെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഇതിൻ്റെ ബാലൻസ് ഞാൻ പിന്നീട് ചെയ്തോളാമെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് വരുന്ന ശരവണനെയും രേണുവിനെയും തടഞ്ഞു നിർത്തിയിട്ട് നന്ദു പറയും, നിങ്ങൾക്ക് ഇയാളെ അറിയാവോ എന്ന് ചോദിക്കും. ഉടനെ വേണു പറയും, എനിക്കിവരെ അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളുടെ മുഖം ഒരിക്കലും മറക്കുകയില്ല. നിങ്ങൾ എൻ്റെ മുഖം മറന്നെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ശരിക്കും ഓർത്ത് വെച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദുവിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ശരവണൻ. ഉടനെ നവ്യ പറയും, നീ കൂടുതൽ സൂക്ഷിച്ചൊന്നും നോക്കണ്ട. എൻ്റെ മോൾ ഇനി ഇങ്ങോട്ട് വരുന്നത് SI ആയിട്ടാണ്. നീയൊക്കെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തതിന് പകരം അവൾ നിങ്ങളെ എടുത്തിട്ട് ശരിയാക്കി കളയും കേട്ടോ എന്ന് പറയും. ഇവർ പോയി കഴിയുമ്പോഴത്തേന് ശരവണനും രേണുവും നിന്ന് പറയുന്നുണ്ട്, നമ്മളെ ഈ കേസിൽ ഉൾപ്പെടുത്തിയ അയാളങ്ങ് രക്ഷപ്പെട്ടല്ലോ എന്ന്. എവിടെ നിന്ന് രക്ഷപ്പെടാൻ? നമ്മളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അയാളുടെ കടമയാണ്, അല്ലെങ്കിൽ അയാളും പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുകയാണ് രേണുവും ശരവണൻ. ഗോവിന്ദൻ ആകെ വിഷമത്തിലാണ്. എന്തായി വിധിയെന്ന് അറിയത്തില്ലല്ലോ. അപ്പം കനക അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ ഗുളികയൊക്കെ കഴിക്കേണ്ടതല്ലേ, വല്ല ആഹാരം വന്ന് കഴിക്കാൻ. നീ കഴിച്ചോന്ന് ചോദിക്കും. എനിക്ക് വേണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ എനിക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നയനയും നവ്യയും ഒക്കെ വന്ന് കാറിൽ ഇറങ്ങുകയാണ്. ഇവർ നോക്കുമ്പോഴത്തേനും നന്ദു ഇറങ്ങി വരുന്നുണ്ട്. കനക ഓടിച്ചെന്ന് മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് സമാധാനമായി. ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. വക്കീൽ എന്തായാലും മിടുക്കനായിരുന്നല്ലേ എന്ന് ചോദിക്കും. വക്കീലല്ല, നമ്മുടെ നന്ദൂട്ടൻ തന്നെയാണ് ഇപ്പം ഇത് വാദിച്ച് ജയിച്ചെന്ന് പറയും. ആണോ എന്ന് ചോദിക്കും. ഞാൻ ഇന്നലെ ആദർശ് പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് സങ്കടമായിരുന്നു, ജാമ്യം കിട്ടുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദൻ. അമ്മ ആഹാരം എടുത്ത് വെക്കുക, എനിക്ക് വിശന്നിട്ട് വയ്യെന്ന് നന്ദു പറയുമ്പോഴത്തേന് കനക പറയും, വാ മക്കളെ നമുക്ക് വല്ലതും ഉണ്ടാക്കി കഴിക്കാമെന്ന്. ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കും. അത് ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല, ഇനിയിപ്പോൾ നിങ്ങളെല്ലാം വന്നല്ലോ, ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരുടെ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. ഗോവിന്ദനപ്പം പറയുന്നുണ്ട്, ചേച്ചിമാർ രണ്ടുപേരും ഇനി നന്ദുവിനോട് പറഞ്ഞു കൊടുത്തേക്കണം, ഇനി ട്രെയിനിങ്ങിന് പോകുന്നവരെ ഒരു കാര്യത്തിൽ ഇടപെടുകയോ പുറത്തിറങ്ങി നടക്കുകയോ ചെയ്യേണ്ടെന്ന്. ഇതുപോലുള്ള ചതികൾ പുറകെ വരുമെന്നുള്ള കാര്യം ഇവളോട് എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കത്തില്ല എന്ന് പറയും. എന്തായാലും ഞാൻ ഈ പ്രാവശ്യത്തെ ട്രെയിനിങ്ങിന് പോകുന്നില്ലല്ലോ അച്ഛാ, അടുത്ത ട്രെയിനിങ്ങിനല്ലേ പോകുന്നുള്ളൂ, അതുവരെ ഞാൻ മര്യാദയ്ക്ക് ഇരുന്നോളാം എന്നൊക്കെ നന്ദുവും വാക്ക് കൊടുക്കുന്നുണ്ട്. അനാമി ആകെ ടെൻഷനിലാണ്. വേണുവിനെ കുത്തിയിരുന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വേണു ഫോൺ എടുക്കുന്നില്ല. അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തത്? അവിടുത്തെ വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് എനിക്കങ്ങ് സമാധാനമില്ലെന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, മോളൊന്നും കൊണ്ട് സമാധാനപ്പെടണ്ട, നോക്കിക്കോ അവളിപ്പം ജയിലിൽ പോയി കാണും. അച്ഛൻ അതെല്ലാം കൂടെ മൊത്തമായിട്ട് നമ്മളോട് വന്ന് പറയാൻ വേണ്ടിയായിരിക്കും. നേരിട്ട് പറയുന്ന ആ സുഖമൊന്നും ഫോണിൽ കൂടെ പറഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് മോൾ സമാധാനമായിട്ടിരിക്കാൻ പറയും. എന്നാലും അവൾ ജയിലിൽ പോകുന്നത് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയും. അത് സാരമില്ല, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ പോയി ജയിലിൽ പോയി കാണാം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. ഇനി എന്തായാലും എനിക്ക് അവളുടെ ചേച്ചിമാരുടെ മുമ്പിലൊന്ന് തല ഉയർത്തി നിൽക്കാമല്ലോ. ഇനിയുള്ളത് നവിയാണ്, അവളെ എങ്ങനെയും ഒതുക്കണമെന്ന് പറയുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട്, നവിയോട് കയറി മുട്ടാനൊന്നും മോള് പോകണ്ട. അവളാണെങ്കിൽ നമ്മൾ നവ്യയ്ക്ക് വെച്ചിരുന്ന പാലിനകത്ത് വിഷം കലർത്തിയെന്നുള്ളതും അത് ദേവയാനി കഴിച്ച് ഇത്രയും സീരിയസ് ആയെന്നുള്ള കാര്യം അറിഞ്ഞവളാണ്. ഇനി അവൾ അതങ്ങനെ വിളിച്ചു പറഞ്ഞ് നമ്മളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുക. കാരണം മോൾ അവളുമായിട്ട് മുട്ടാനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്ന് പറയും. പിന്നെ എന്നാലും എൻ്റെ അമ്മയെ എനിക്ക് അവളുമാരെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കുറച്ചൊക്കെ ഒതുങ്ങിയൊക്കെ നിൽക്കണം, എന്നാലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് രേവതി ഉപദേശിക്കുന്നുണ്ട് അനാമികയെ. നന്ദാവനത്തിൽ എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കനക കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ ആദ്യം ദോശ മുറിച്ച് നന്ദുവിൻ്റെ വായിൽ കൊടുക്കും. അപ്പോൾ കനകയെ അതുപോലെ തന്നെ വായിൽ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയന പറയും, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കുറേ എണ്ണം ഇപ്പം ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും ആ അനാമികയും ഒക്കെ എന്ന് പറയും. അവളിപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ചോദിക്കും. അതറിയത്തില്ല, ഇത്ര രാവിലെ കോടതി തീരുമെന്നുള്ള കാര്യം അവളൊന്നും അറിഞ്ഞു കാണുകയില്ലല്ലോ. പിന്നെ അനന്തപുരിയിലാണേലും കുറേ പേര് നന്ദു ജയിലിൽ പോകുമെന്നുള്ള കാര്യത്തിൽ സന്തോഷിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആകെ ഒരു അടിയായി പോകും ഈ വിധിയെന്ന് പറയുമ്പം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.